അല്ല കൂട്ടുകാരെ, ഒരു ഈവനിങ് സ്നാക്കായിട്ട് പക്കവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു സവാള, 3-4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. സവാളയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അതിൽ പാകത്തിന് ഉപ്പിടണം. 1/2 സ്പൂൺ ഒക്കെ ഉപ്പിട്ടാൽ മതിയാവും. സവാള ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി എടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ കടലപ്പൊടിയാണ് 1 കപ്പ്, 1 കപ്പ് മൈദാപ്പൊടി, അരിപ്പൊടി 1/2 കപ്പ്. ഇത് 3 തരം പൊടികളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമായിട്ട് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് ഇളക്കാൻ പാകത്തിന് ഒരു കപ്പോളം വെള്ളം ഒഴിക്കാം. വെള്ളം നോക്കി കുറേശ്ശെ ഒഴിച്ചാൽ മതി. അധികം നീണ്ടു പോകരുത്, അധികം കട്ടിയാകരുത്. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കാം. ഇതിന് എരിവിനായിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു. അതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കി, പിന്നെ ഞാൻ കൈ കൊണ്ട് ഇളക്കി. എല്ലാം നല്ല മിക്സ് ആകാനായിട്ട്. കുറച്ച് ഇഡലിയുടെ ഒക്കെ പരുവം പോലെ അതുപോലെയൊക്കെയാണ് എടുക്കേണ്ടത്. ഇത് സ്പൂൺ കൊണ്ട് 1 സ്പൂണാണ് കോരി വെളിച്ചെണ്ണയിലേക്ക് ഇടേണ്ടത്. അത്രയായിട്ട് ഇത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട്, പക്കവടയുടെ കൂട്ട്, 1 സ്പൂണും കൊണ്ട് ഓരോ സ്പൂണായിട്ട് എണ്ണയിലേക്ക് കോരി ഒഴിക്കണം. അധികം വലിപ്പം വേണമെങ്കിൽ ചെറിയ സ്പൂൺ എടുത്താൽ മതി. ഞാനൊരു പരിപ്പുവടയുടെ ഒക്കെ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയത്. ഒരു ചെറിയ തവി കൊണ്ട് ഇങ്ങനെ ഓരോ തവി കോരി ഒഴിക്കണം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് തിരിച്ച് മറിച്ച് വിട്ടാണ് വറുത്ത് കോരി എടുക്കുന്നത്. ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്ത് കോരി എടുത്തത്. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ജോലിക്കാർക്കും എല്ലാം വൈകുന്നേരം നല്ല രുചിയോടെ കഴിക്കാൻ പറ്റും. ചായക്കൊപ്പം നല്ല മുര പക്കവട. ഇത് ഒരു വശം മൊരിയുമ്പോൾ തിരിച്ചിടണം. 2 വശവും നല്ല ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാം. ഒരു പ്രാവശ്യം കോരിയെടുത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറേശ്ശായിട്ട് കോരി ഒഴിക്കണം. ഒരേ പ്രാവശ്യം ഒരു 5-6 വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. വീടുകളിലാകുമ്പോൾ അങ്ങനെ മതിയില്ല, ചെറിയ ചട്ടിയിൽ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ചായക്കൊപ്പം വൈകുന്നേരം ഒക്കെ സ്നാക്കായിട്ട് കഴിക്കാം. ഒരു ഇത്തിരി കരിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് ഇങ്ങനെ വെറുതെ മുരിച്ചെടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. അതതിൻ്റെ ഒപ്പം ഇടാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുത്താൽ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. നല്ല മുരുന്ന് ഇരിപ്പുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു.